ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. ഒരു നാടൻ ചിക്കൻ കറി. അതിനായി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു 4-5 മണി ഉലുവ ഇടുക. ആ ഉലുവ പൊട്ടുമ്പോൾ അതിലേക്ക് സവാള അരിഞ്ഞത് ഇടുക. ഞാൻ 1/2 കിലോ ചിക്കൻ ആണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 3 സവാളയാണ് അരിഞ്ഞ് എണ്ണയിലോട്ടിട്ട് വഴറ്റുന്നത്. അതൊരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. വേഗം വഴണ്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു സ്മെല്ലിങ്ങനെ വരുന്നത് നമുക്ക് കാണാം. പിന്നെ നമ്മളതിലോട്ട് സവാള ലൈറ്റ് ബ്രൗൺ ആയതിനു ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി എന്നിവ പേസ്റ്റ് ഒരു 3 ടേബിൾ സ്പൂൺ പേസ്റ്റ് ഇടുക. എന്നിട്ട് അത് നന്നായി ആ പച്ചച്ചുവ മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ തക്കാളി, ഒരു 2 തക്കാളി, 3 പച്ചമുളക് എന്നിവ ഇട്ട് വീണ്ടും വഴറ്റുക. തക്കാളി ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. മല്ലിപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 3/4 ടേബിൾ സ്പൂൺ എന്നിവ ചേർത്ത് അത് സിമ്മിലാക്കി ചെറു തീയിൽ വേണം വഴറ്റി കൊടുക്കാൻ. ശേഷം ഈ മസാലയിലോട്ട് ചിക്കൻ പീസ് ഇട്ട് പിന്നെ പൊട്ടാറ്റോയും ഇട്ട് ചുടുവെള്ളം ചേർത്ത് ഒരു 2 വിസിൽ അടിച്ച് കുക്കറിൽ വേവിച്ചെടുക്കാം. അതിനുശേഷം നമ്മളൊരു സ്പെഷ്യൽ പേസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ തേങ്ങ, പിന്നെ അണ്ടിപ്പരിപ്പ്, മസാലപ്പൊടികൾ, ചിക്കൻ മസാല എന്നിവ ചേർത്തിട്ട് മസാലപ്പൊടി ചേർത്തിട്ട് അരച്ച പേസ്റ്റ് ഈ കറിയിലിട്ട് ഒഴിക്കാം. അങ്ങനെ കറി തിളച്ചതിനു ശേഷം മല്ലിയില ഇട്ട് കറി റെഡി.